ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിനാമകീർത്തനം. മറ്റു ചിന്തകളൊന്നുമില്ലാതെ ദൃഢമായ ഭക്തി കൊണ്ട് ഭഗവത് സ്വരൂപത്തെ അറിയുന്നതിനും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടയുന്നതിന് തനിക്ക് എന്നാണ് കഴിയുക എന്നാണ് 59-ാമത്തെ ശ്ലോകത്തിൽ കവി സൂചിപ്പിക്കുന്നത്. ശക്തിക്കു തക്ക വഴി ഇത്തം ഭജിപ്പവനു ഭക്ത്യാവിദേഹ ദൃഢവിശ്വാസമോടുമത ഭക്ത്യാ കടന്നു തവ തൃക്കാൽ പിടിപ്പതിനയക്കുന്നതെന്നു ഹരിനാരായണായ നമഃ. തനിക്ക് യോജിച്ച ഉപാസനാമാർഗം സ്വീകരിക്കാൻ ഏതൊരാൾക്കും സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ശക്തിക്കു തക്ക വഴിയാകാമെന്ന് എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത്. സഗുണോപാസനയാകാം, ഇഷ്ടദേവതാഭജനമാകാം, പ്രണവമന്ത്രോപാസനയാകാം. അങ്ങനെ ഭഗവതോപാസനയ്ക്ക് ഏതു മാർഗം വേണമെങ്കിലും സ്വീകരിക്കാം. എന്നാൽ ഏത് ഉപാസനാമാർഗം സ്വീകരിച്ചാലും അത് ദൃഢമായ വിശ്വാസത്തോടു കൂടി അനുഷ്ഠിക്കണം എന്നതാണ് പ്രധാനമായും ചെയ്യേണ്ടത്. ഈശ്വരോപാസനയുടെ ആത്യന്തികമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരം ലഭിക്കുക എന്നതാണല്ലോ. അത് നേടുന്നതിന് സർവാത്മാവായ ഭഗവാനിൽ അർപ്പിക്കുന്ന ഭക്തിയോളം ശ്രേഷ്ഠമായ മറ്റൊരു മാർഗവുമില്ല. ദൃഢമായ ഭക്തി കൊണ്ട് ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കണം. അത് ഭഗവാന്റെ സുന്ദര രൂപത്തിലുള്ള ആകർഷണം കൊണ്ടാകാം, സ്മരണ കൊണ്ടാകാം, ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതിലും ഗുണഗണങ്ങൾ കീർത്തിക്കുന്നതിലുമാകാം. ഹനുമാന് രാമനോടുണ്ടായിരുന്നത് പോലെ ദാസ്യഭാവത്തിലാവാം. അർജുനന് കൃഷ്ണനോടുണ്ടായിരുന്ന സഖ്യഭാവത്തിലാവാം. കുറൂരമ്മയ്ക്കും പൂന്താനത്തിനും ഉണ്ടായിരുന്നത് പോലെ പുത്രവാത്സല്യം കൊണ്ടാവാം. അമ്പാടിയിലെ ഗോപികമാർക്ക് കണ്ണനോടുണ്ടായതുപോലെ പ്രേമഭാവത്തിലാവാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭക്തന്മാർ എത്രയുണ്ടോ അത്രയും തരത്തിൽ ഭക്തിയുമുണ്ട്. ഒരാളുടെ ഭക്തിയും മറ്റൊരാളുടെ ഭക്തിയും ഒരുപോലെ ആയിരിക്കുകയില്ല. താൻ ശരീരമല്ല, ആത്മാവാണ് എന്ന് ദൃഢമായ വിശ്വാസമുണ്ടാകണം. അതാണ് വിദേഹദൃഢ വിശ്വാസം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. താൻ ശരീരമാണ് എന്ന ബോധം അത്ര എളുപ്പത്തിൽ നീങ്ങിപ്പോകുന്നതല്ല. അത് നീങ്ങിപ്പോകുന്നതിന് നിരന്തരമായ ഭക്തി സാധനകൾ തന്നെയാണ് ഉപായം. ഭക്തിമാർഗത്തിൽ പുരോഗതി കൈവരണമെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹം വേണം. അതുകൊണ്ട് തവ തൃക്കാൽ പിടിപ്പതിന് എന്നെ അനുവദിക്കുന്നത് എന്നാണ് എന്ന് കവി ചോദിക്കുകയാണ്. നാരായണ, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ശക്തിക്കു തക്ക വഴി ഇത്തം ഭജിപ്പവനു ഭക്ത്യാവിദേഹ ദൃഢവിശ്വാസമോടുമത ഭക്ത്യാ കടന്നു തവ തൃക്കാൽ പിടിപ്പതിന് അയക്കുന്നതെന്നു ഹരിനാരായണായ